കേരളത്തിൽ പുതിയ അക്കാദമിക് ഇയറിലേക്കുള്ള എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും നിങ്ങൾ പെട്ടിരിക്കുന്ന ട്രാപ്പിൻ്റെ ഡെപ്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ നല്ലൊരു സാലറിയുള്ള ജോലി കിട്ടാൻ നല്ല പാടാണ്. അതിൻ്റെ കൂടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI കൂടെ കടന്നു വന്നതോടുകൂടെ സ്ഥിതി നല്ല രീതിയിൽ പരിങ്ങലിലായിട്ടുണ്ട് എന്നുള്ളൊരു പരാതി ഒരു ഭാഗത്തുണ്ട്. 10 ആളുകളൊക്കെ ചെയ്തിരുന്ന പണി ഇനി മുതൽ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. മുമ്പ് നല്ല കോസ്റ്റിന് കൊടുത്തിരുന്ന പല സർവീസുകളും ഇപ്പോൾ ചീപ്പ് പ്രൈസിന് എടുക്കാൻ ആളുകൾ അവൈലബിൾ ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ മറുഭാഗത്ത്. അങ്ങനെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നിൽക്കുന്നതിനിടയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ടോപ്പിക്ക് AI കാലത്ത് പണി പാളുമോ സിവിൽ എഞ്ചിനീയറിംഗ്. 2014 എഞ്ചിനീയറിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി രൂപീകരിച്ചതിന് ശേഷം കേരളത്തിലുള്ള എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് ആർട്ടിക്കിൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 40% എഞ്ചിനീയറിംഗ് സീറ്റ് കേരളത്തിൽ ആർക്കും വേണ്ടാതെ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് കാണാൻ സാധിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കൂടുതലും ആരും പഠിക്കാനില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇതേപോലെ തന്നെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗും. സിവിൽ എഞ്ചിനീയറിംഗിലും പൊതുവെ ഡിമാൻഡ് ഇപ്പോൾ നോക്കുന്ന സമയത്ത് നല്ല കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2010 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ട്രെൻഡ് നല്ല രീതിയിലുണ്ടായിരുന്നു. അന്ന് ഈ ഡോക്ടറെ പോലെ തന്നെ കുടുംബത്തിൻ്റെ സൽപ്പേര് ഉയർത്താൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ മക്കളെ എഞ്ചിനീയറിംഗിലേക്ക് തള്ളിവിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കല്യാണ മാർക്കറ്റിലൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ നോക്കേണ്ടതില്ലാത്ത രീതിയിലേക്ക് എഞ്ചിനീയേഴ്സിൻ്റെ സ്റ്റാറ്റസ് ഉയർന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. 2014 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. അന്ന് മാർക്കിൻ്റെ ബേസിസിലാണെങ്കിൽ ആ ഒരു അക്കാദമിക് പെർഫോമൻസിൻ്റെ ബേസിസിലാണെങ്കിലും ഒരു ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിൽ നിൽക്കുന്ന 3-ാമതോ 4-ാമതോ നിൽക്കുന്ന ഒരു കോളേജിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2018 ഞാൻ പാസ് ഔട്ട് ആയ സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ കൂടെ എൻ്റെ ബാച്ചിൽ അന്ന് പഠിച്ച 70% കുട്ടികളും ഇന്ന് ജോലി ചെയ്യുന്നത് വേറെ പല മേഖലകളിലുമാണ്. അതിനകത്തൊരു പോസിറ്റീവ് കാര്യമുള്ളതെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർ ഗവൺമെൻറ് എക്സാംസുകൾ എഴുതിയിട്ട് ഗവൺമെൻറ്റിന് തന്നെ പല സർവീസിൽ നല്ലൊരു സാലറി പാക്കേജിലാണ് ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളതാണ് പോസിറ്റീവ് കാര്യം. പക്ഷേ ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ നിന്നും ആളുകൾ മാറി പല മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അന്നൊക്കെ CV ആയിട്ട് പല കമ്പനീസിൽ നമ്മൾ പോകുന്ന സമയത്ത് ആകെ 2-3 കാര്യങ്ങൾ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒന്ന്, എവിടെയാണ് പഠിച്ചതെന്ന് ചോദിക്കും. രണ്ടാമത്തത്, ആരാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിക്കും. മൂന്നാമത്തത് ചോദിക്കുന്നത്, ഫ്രഷർ ആണല്ലേ, ശരി കേട്ടോ ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. അതായത് ഫ്രഷേഴ്സിനെ കമ്പനികൾക്ക് വേണ്ടാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ. അതിനേക്കാളും ഒക്കെ ഡബിൾ ചലഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഡബിൾ ക്രൈസിസ് ആണ് ഇപ്പോഴത്തെ കാലത്തുള്ളതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ. എന്താണ് ഇതിൻ്റെ കാരണം നോക്കാം. ഒന്നാമത്തെ കാരണം, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ട്രീം അല്ല എന്നുള്ളത് കമ്പനികൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് കമ്പനികളുടെ നോട്ടത്തിൽ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് ഒരു തരത്തിലുള്ള കപ്പാസിറ്റിയോ എബിലിറ്റിയോ ഇല്ല എന്നാണ് അവർ വിലയിരുത്തപ്പെടുന്നത്. രണ്ടാമത്തത്, ഈ പുതിയ ജനറേഷൻ പിള്ളേരെന്ന് പറയുന്നത് ജെൻസി എന്നൊക്കെ പറയുന്ന പിള്ളേർ, അവർക്ക് ഈ ഒരു തൊഴിലിനോടുള്ള ഒരു പാഷനോ കമ്മിറ്റ്മെൻറ്റോ ഡിസിപ്ലിനോ ഒന്നുമില്ല എന്നുള്ളൊരു ആരോപണം നല്ല വ്യാപകമായിട്ട് എയറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു വലിയ കാരണമാണ്. പിന്നെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പാൻഡമിക് വന്നത് ഈ ഒരു എഞ്ചിനീയറിംഗ് ആ ഒരു 4 വർഷ ടൈമിനുള്ളത് നോക്കുകയാണെങ്കിൽ പാൻഡമിക് വന്നു. അതിനിടയിൽ GST ടാക്സേഷൻ പോലുള്ള കാര്യങ്ങൾ രാജ്യത്ത് വന്നു. നോട്ട് നിരോധിക്കുന്ന സിറ്റുവേഷൻസ് വന്നു. ബ്ലാക്ക് മണിയുടെ ചെയിൻ നല്ല രീതിയിൽ രാജ്യത്ത് കട്ടായിപ്പോയി. അതൊക്കെ തന്നെ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ജോബിനെയൊക്കെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിൽ മേഖലയും അത് നല്ല രീതിയിൽ ഡിക്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ശരിക്കും ഒരു വാർണിംഗ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, സിറ്റുവേഷൻ്റെ ക്ലാരിറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ ഈ കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നോക്കാം. സോ അതിൽ നമ്പർ 1, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജികൾ ലോകത്ത് വരുന്ന സമയത്ത് അതൊരിക്കലും തന്നെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയെ നശിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പകരം ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എഫേർട്ട് കുറയപ്പെടും. പൊതുവേ ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഫിസിക്കൽ എഫേർട്ട് കൂടുതൽ ആവശ്യമുള്ള ഒരു തൊഴിൽ മേഖലയാണ്. നമ്മൾ വെയിൽ കൊള്ളേണ്ടി വരും, നന്നായിട്ട് വിയർക്കേണ്ടി വരും, നന്നായിട്ട് പുറത്തു പോയി പണിയെടുക്കേണ്ടി വരും, നല്ലോണം ട്രാവൽ ചെയ്യേണ്ടി വരും. ഒരുപാട് ആളുകളെ, ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ
മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ കുത്തിയിരുന്ന് കണക്കുകൾ കൂട്ടേണ്ടി വരും. അതിൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള നമ്മുടെ മെനക്കെട്ട പണി കുറച്ച് തരാൻ വേണ്ടിയിട്ട് AI ടൂളുകൾക്ക് സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ടുള്ള ഒരു കരിയർ റോഡ് മാപ്പ് ഇല്ലാതെ നിങ്ങൾ ഈ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇനി ഒരിക്കലും ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഈ പരിപാടി ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, അങ്ങോട്ടാണ് നിങ്ങളുടെ ട്രാവലെങ്കിലും മാത്രം ഇതിന് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോഴേ കളഞ്ഞിട്ട് പോയിക്കോണം. നല്ല നിങ്ങൾക്ക് വളരെ സമാധാനത്തോടു കൂടെ ഇഷ്ടത്തോടു കൂടെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഒരുപാട് ഇവിടെ ഉണ്ട്. അത് ചെയ്ത് നല്ല പണം ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത്. എന്താണ് ഈ ഒരു കരിയർ റോഡ് മാപ്പ് എന്നുള്ള കാര്യം നോക്കാം. എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് നോക്കാം. കരിയർ മാപ്പ് ബിൽഡ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ BTech കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ കോഴ്സ്, ITI കോഴ്സ്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. ഇത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്പർ 2, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന തരത്തിൽ, നിങ്ങൾക്ക് അഭിരുചിയുള്ള തരത്തിലുള്ള ഒരു സ്ട്രീം നിങ്ങൾ കണ്ടെത്തണം. സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ നിരവധി സ്ട്രീമുകളുണ്ട്. അതിലേതെങ്കിലും ഒരു സ്ട്രീം നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാൻ ഒന്ന് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഡിസൈൻ മേഖലകളിലേക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് പോകാൻ സാധിക്കും, ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സർവേ മേഖലകളിലേക്ക് പോകാൻ സാധിക്കും. നാലാമത് ജിയോ ടെക്നിക്കൽ ഏരിയാസിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ BIM-ൻ്റെ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. QSൻ്റെ ക്വാണ്ടിറ്റി സർവേയിങ്ങിൻ്റെ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് പബ്ലിക് സെക്ടർ ജോബുകളുണ്ട്, ഗവൺമെൻറ് ജോബുകൾ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പുതിയ കാലത്ത് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ കാണുന്നൊരു ട്രെൻഡാണ് ടീച്ചിങ് ജോബിലേക്ക് ആളുകൾ പോകുന്നു. അതേപോലെ തന്നെ ഈ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ജോബുകളിലേക്ക് ആളുകൾ പോകുന്നു. ഇൻറ്റീരിയർ ഡിസൈൻ പോലെയുള്ള സ്കിൽ ബേസ്ഡ് ജോബുകളിലേക്ക് ആളുകൾ പോകുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങളുടെ 3rd സെമസ്റ്റർ അല്ലെങ്കിൽ 4th സെമസ്റ്ററിനകത്ത് തന്നെ നിങ്ങൾ പോകുന്ന സ്ട്രീം ഏതാണെന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കണം. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേൺ ഇൻഡസ്ട്രി ടൂൾസ്. നിങ്ങൾ ഒരിക്കലും തിയറിയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ പാടില്ല. ഈ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം തിയറി കൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്നത്തെ കാലത്ത് ഈ നോളജിനൊക്കെ പുല്ല് വിലയാണ്. അത്രയും നോളജ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറുകൾ, നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്ട്രക്ചറൽ ഡിസൈൻ മേഖലയിലേക്കാണ് പോകുന്നതെങ്കിൽ CAD, ETABS, സ്റ്റാർട്ട് പ്രോ, ടെക്ല സ്ട്രക്ചർ, സേഫ് ഫൗണ്ടേഷനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സേഫ്, ഈ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ, അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ MS പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ പ്രിമവേര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒരു നല്ല പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കണം. ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സർവേ മേഖലയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ സിവിൽ 3D അല്ലെങ്കിൽ GIS ടൂളുകൾ, ArcGIS എന്നൊക്കെ പറയുന്ന GIS ടൂളുകളുണ്ട്. ഗൂഗിൾ എർത്ത് പ്രോ, ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഈ സർവേയിങ് ടൂളുകൾ ഉപയോഗിക്കാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജിയോ ടെക്നിക്കൽ മേഖലയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സോയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മെത്തേഡ്സിനെ കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. പ്ലാക്സിസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. പ്ലാക്സിസ് ഉപയോഗിക്കാൻ അറിയണം. സേഫ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിൽ നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കണം. ഇനി BIM ഏരിയയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ടൂള് റെവിറ്റ് പ്ലസ് നാവിസ് വർക്ക് പ്ലസ് BIM 360 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് മൂന്നും ഒരൊറ്റ പാറ്റേൺ ആയിട്ട്, ഒരു കോമ്പിനേഷൻ ആയിട്ട് പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3D വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻസ്കേപ്പോ അല്ലെങ്കിൽ ലൂമിയോണോ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ QS ക്വാണ്ടിറ്റി സർവേയിങ് മേഖലയിലേക്കാണ് പോകുന്നതെങ്കിൽ CAD പഠിക്കണം. അതേപോലെ നിങ്ങൾ എക്സൽ പഠിക്കണം നന്നായിട്ട്. പ്ലാൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതും നിങ്ങൾ പഠിച്ചിരിക്കണം. പബ്ലിക് സെക്ടർ ജോബുകളിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗേറ്റ് കോച്ചിങ്ങിനോ അല്ലെങ്കിൽ ഒരു SSC കോച്ചിങ്ങിനോ PSC കോച്ചിങ്ങിനോ RRB കോച്ചിങ്ങിനോ നിങ്ങൾ പോകുക എന്നുള്ളതാണ്. ടീച്ചിങ് ജോബിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ChatGPT പോലെയുള്ള എല്ലാ AI ടൂളുകളെ കുറിച്ചും നല്ലൊരു ഗ്രാഹ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എക്സൽ, പവർ പോയിന്റ്, ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ഓട്ടോക്യാഡും റെവിറ്റും പഠിച്ചു വെക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് ടീച്ചിങ് ജോബിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഇനി ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലയാണ്. അതിൽ സ്കെച്ചപ്പ് പ്ലസ് എൻസ്കേപ്പ്, മാക്സ് പ്ലസ് ലൂമിയോണ്, ബ്ലെൻഡർ പ്ലസ് ട്വിൻ മോഷൻ, ഇതിലേതെങ്കിലും ഒരു കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും.
നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂസ് റൈറ്റ് കരിയർ ഡയറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരിയർ ഡയറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പഠിക്കാൻ പോകുന്നു, എവിടേക്കോ ജോലി ചെയ്യാൻ പോകുന്നു, എങ്ങോട്ടൊക്കെയോ എത്തുന്നു, അങ്ങനെ ചെയ്യാതെ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് മാത്രം നിങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഈ കോഴ്സ് ബിടെക്കോ ഡിപ്ലോമയോ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രി ടൂൾസ് പഠിക്കാൻ വേണ്ടി, സോഫ്റ്റ്വെയർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ശനി ഞായറൊക്കെ നിങ്ങൾ ഫ്രീ അല്ലേ, ക്ലാസ് പഠിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ പഠിച്ചാൽ അത്രയും സമയം നിങ്ങൾക്ക് ഭാവിയിൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. സോ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ടൂൾസൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ കരിയർ ഡയറക്ഷൻ ആയിട്ട് പറയുന്നത്. സ്ട്രക്ചറൽ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സ്ട്രക്ചറൽ ഡിസൈൻ സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം അവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടി പോവുക. അതേപോലെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജൂനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് കയറിപ്പറ്റാൻ സാധിക്കുമെങ്കിൽ അവിടെ കയറിപ്പറ്റുക, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. എംടെക്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിങ്ങിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബെറ്റർ നിങ്ങൾ പഠിത്തം കഴിഞ്ഞ് നേരെ ഒരു സൈറ്റ് എഞ്ചിനീയർ ജോബിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഫേമിൽ നിങ്ങൾക്ക് കയറി പറ്റുക. പക്ഷേ നിങ്ങൾ കയറുന്ന സ്ഥാപനത്തെക്കുറിച്ച് ശരിക്കും നിങ്ങളൊന്ന് അന്വേഷിക്കണം. സൈറ്റ് എഞ്ചിനീയർ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റ് കോർഡിനേറ്റർ, അത് കഴിഞ്ഞാൽ പ്രൊജക്ട് മാനേജർ, ഇങ്ങനെ നമുക്ക് ആ ഒരു തസ്തിക ഇങ്ങനെ മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ചലഞ്ചസും ഒബ്ജക്റ്റീവ്സും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സർവേ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ PWDയോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ സബ് കോൺട്രാക്ട് എടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിൽ ട്രെയിനി ആയിട്ടോ അല്ലെങ്കിൽ ഇന്റേൺ ആയിട്ടോ ഒക്കെ കയറാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ സർവേ ചെയ്യുന്ന കമ്പനീസിൽ നിങ്ങൾ ട്രെയിനി ആയിട്ട് കയറുന്നത് നിങ്ങളുടെ കരിയറിന് നല്ലതായിരിക്കും. ജിയോ ടെക്നിക്കൽ മേഖലയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏതെങ്കിലും സോയിൽ ടെസ്റ്റിംഗ് ലാബുകളിൽ ട്രെയിനി ആയിട്ട് അല്ലെങ്കിൽ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ജിയോ ടെക്നിക്കൽ മേഖലയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ ഒരു ഇന്റേൺ ആയിട്ടോ ട്രെയിനി ആയിട്ടോ കയറി പറ്റാൻ സാധിക്കുമോ നോക്കുക. അതേപോലെ ജിയോ ടെക്നിക്കൽ കൺസൾട്ടിങ് കമ്പനികളുണ്ട്. അത്തരം കൺസൾട്ടിങ് കമ്പനികളിലൊക്കെ നമുക്ക് ഇന്റേൺ ആയിട്ട് കയറാനുള്ള അവസരം ഉണ്ടോ നോക്കുക. പരമാവധി അവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നല്ല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ നിരന്തരം സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി BIM ഫീൽഡിലേക്കാണ് നിങ്ങൾ വരേണ്ടതെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ഒരു ഫുൾ BIM പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നേരെ നിങ്ങൾ UAEയോ UKയോ ജർമ്മനിയോ അങ്ങോട്ടെങ്കിലും ഒന്ന് മൈഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു ജോബിന് വേണ്ടിയിട്ട് ഹണ്ട് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. നാട്ടിൽ നിന്നിട്ട് നിങ്ങൾ സമയം കളയരുത്. QS ജോബാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു കോൺട്രാക്റ്റിംഗ് കൺസൾട്ടിംഗ് കമ്പനിയിൽ നിങ്ങൾക്ക് ജൂനിയർ QS ആയിട്ട് കയറി പറ്റാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും അന്വേഷിക്കേണ്ടത്. ഒരു 1 year ഒക്കെ നാട്ടിൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ GCC കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. അവിടുത്തെ ഒരു ലോക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക. അത് ചെറിയ സാലറി ആണെങ്കിലും അത് നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷം നല്ലൊരു സാലറി ഉള്ള ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ടീച്ചറൊക്കെ ആവാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അതിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുമെങ്കിലും നല്ലൊരു ബിസിനസ് കൺസൾട്ടൻസിനെ നിങ്ങൾ കണ്ടിട്ട് ഒരു ബിസിനസ് മോഡൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടെയാണ്. ഇൻറ്റീരിയർ ഡിസൈൻ മേഖലകളിലേക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ആർക്കിടെക്റ്റിൻ്റെ കൂടെ ജൂനിയർ ഇൻറ്റീരിയർ ഡിസൈനർ എന്നുള്ള പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യമാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ കുറച്ച് കാലം നിങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വർക്ക് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡ് നെയിമിലേക്കും സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനത്തിലേക്കും എൻ്റർപ്രണർഷിപ്പിലേക്കും മാറുന്നതാണ് നിങ്ങൾക്ക് അഭികാമ്യം. അപ്പോൾ ഈ ഒരു കരിയർ റോഡ് മാപ്പിൽ 5ാമതൊരു സ്റ്റെപ്പ് ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് സെൽഫ് മാർക്കറ്റിംഗ് കം നെറ്റ്വർക്കിംഗ് കം കീപ്പ് ലേണിംഗ് എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ഹൈ പേയിങ് ജോബ് തരാൻ പറ്റുന്ന ഒരാളായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ബ്രാൻഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽസ്, ഇതൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. നിങ്ങൾക്കറിയാവുന്ന സ്കില്ലുകൾ, നിങ്ങൾ ചെയ്ത വർക്കുകൾ, നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള അച്ചീവ്മെൻറ്റ്സുകൾ, ഇതൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടോപ്പ് കൺസൾട്ടിംഗ് കമ്പനി, എഞ്ചിനീയറിംഗ് കമ്പനീസിൻ്റെ ഒക്കെ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോയുടെ ഫസ്റ്റ്
കമൻറ്റിൽ അത്തരത്തിലുള്ള ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെയൊക്കെ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ഞാൻ കൊടുക്കുന്നുണ്ടാവും. അവരുടെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് നിങ്ങൾ HR എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ HR മാനേജേഴ്സ് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അവരുമായിട്ടൊരു കണക്ഷൻ കീപ്പ് ചെയ്യുക. അവരുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ CV പോർട്ട്ഫോളിയോ ഒക്കെ റെഡിയാക്കി വെക്കുക. റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു കരിയറിലേക്ക് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിലൂടെ എത്താൻ സാധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.